ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഹാപ്പി ഓണം. എൻ്റെ ചാനലിൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ആദ്യം തന്നെ അറിയിക്കുക കേട്ടോ. എല്ലാവർക്കും നല്ല സന്തോഷത്തോടു കൂടെയുള്ളൊരു ഓണം തന്നെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവർ വിവാഹിതരായൽ എന്ന പരമ്പരയുടെ നമ്മുടെ അജയുടെയും ഭൂമിജയുടെയും പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അങ്ങനെ നമ്മുടെ ഭൂമി ഷോപ്പൊക്കെ അടച്ചിട്ട് രാത്രിയിൽ വരെയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ വണ്ടിക്കൊരു ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ വണ്ടി നിന്ന് പോവാണ്. ഭൂമിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, അല്ലെങ്കിൽ തന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. കാരണം ഈ ഒരു പണി ഭൂമി നീട്ടി വർക്ക്ഷോപ്പിലോട്ട് കയറ്റാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഭൂമി വണ്ടി അവിടെ ഒതുക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, ഇനി എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. ആ സമയത്താണ് അവിടെ തൊട്ട് കുറച്ച് മാറി അവിടെ ഒരു ബാറിൽ, ആ ബാറിൽ നിന്ന് ഒരു ലേഡി ഇറങ്ങി വരികയാണ്. അപ്പം ഭൂമി പെട്ടെന്ന് ശ്രദ്ധിച്ചു, അതാരോ നോക്കിയപ്പോൾ നമ്മുടെ അഞ്ജനയാണ് കേട്ടോ. അപ്പോൾ അഞ്ജനയുടെ കൂടെ ഒരു പയ്യനും. അങ്ങനെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഇപ്പം വീഴും ഞാനിപ്പോൾ വീഴും എന്നുള്ള മട്ടിലാണ് അഞ്ജനയും ആ കൂടെയുള്ളൊരു പയ്യനും. അപ്പം ആ പയ്യൻ കാറിൻ്റെ അടുത്തോട്ട് എത്തിയപ്പോഴേക്കും അഞ്ജന ആ പയ്യൻ്റെ തോളത്ത് കൈയിട്ട് എന്നെ പിടിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ അറിയാം അത്ര നല്ലൊരു റിലേഷനല്ല അതെന്നുള്ളത്. അങ്ങനെ എന്നിട്ട് രണ്ടുപേരും കൂടെ കാറിൽ കയറി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭൂമി കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭൂമി മനസ്സിലൊരു നിമിഷം സത്യം പറഞ്ഞ അജയ് സാറ് ശരിക്കും പെട്ടുപോവാണ്. ഈ അഞ്ജനയാണ് വിവാഹം കഴിക്കുകയാണെങ്കിൽ സാറിൻ്റെ ജീവിതം തന്നെ പാഴായിപ്പോവും. താനായിട്ട് സാറിന് വാക്ക് കൊടുത്തിട്ട് ഇന്നിപ്പോൾ ആ വാക്ക് മാറി. കാരണം തനിക്ക് ആ നാടക കല്യാണത്തിന് പറ്റില്ല എന്ന് പറയുകയും ചെയ്തു. പാവം സാറിൻ്റെ അവസ്ഥ. സാർ ഇപ്പോൾ കിടന്ന് ആകെ ടെൻഷൻ അടിക്കുകയായിരിക്കും. എന്തെങ്കിലും ഒരു സഹായം സാറിന് ചെയ്യണമെങ്കിൽ ഇപ്പം ചെയ്തു കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഭൂമി നേരെ വീട്ടിലോട്ട് എങ്ങനെയൊക്കെ എത്തണം കേട്ടോ. വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഭൂമി അച്യുതൻ്റെ ഫോട്ടോയിൽ അവിടെ നിന്നിട്ട് സങ്കടപ്പെടുകയാണ്. കാരണം അജയ് സാർ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെട്ടുവെങ്കിലും താൻ അത് നിരസിച്ചു. ഒരു പക്ഷേ താൻ അത് സമ്മതിക്കുകയാണെങ്കിൽ അജയ് സാറിൻ്റെ ജീവിതത്തിൽ ആ മനുഷ്യനൊരു സമാധാനമെങ്കിലും ഉണ്ടാകും. കാരണം ഈ അഞ്ജനെ പോലെയുള്ള ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കുകയാണെങ്കിൽ അജയ് സാറിൻ്റെ ജീവിതം തന്നെ താറുമാറായിപ്പോൾ. അങ്ങനെ നമ്മുടെ ഭൂമി അജയ് സാറിനെ സഹായിക്കാം എന്നുള്ളൊരു തീരുമാനം അച്ഛനോടൊരു അനുവാദം ചോദിക്കും പോലെ ചോദിക്കണം. അച്ഛൻ, ഞാൻ അജയ് സാറിനെ സഹായിച്ചോട്ടെ, അത് മാത്രമല്ല എൻ്റെ അമ്മയെ രക്ഷിക്കാനുള്ള പണം അജയ് സാറ് തരുകയും ചെയ്യും, ഞാൻ എന്താ അച്ഛൻ ചെയ്യേണ്ടത് എന്നിങ്ങനെ ഭൂമി സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ഇതേ സമയം അജയ് വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ഭൂമിക്ക് ഈ നാടക കല്യാണത്തിന് പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. അജയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. ഭൂമിയും കൂടെ തന്നെ കൈ ഒഴിഞ്ഞല്ലോ. ഇനി എന്താ ചെയ്യണേ? ഇനിയിപ്പോൾ കല്യാണ ദിവസത്തിന് ഏതാനും 1-2 ദിവസങ്ങളേ ഉള്ളൂ. താൻ എന്ത് ചെയ്യും? ആ സമയമാകുമ്പോൾ ഒന്നുകിൽ ആ സമയമാകുമ്പോൾ ഇവിടെ നിന്ന് എവിടെയെങ്കിലും മാറി നിൽക്കണം. അതല്ലാണ്ട് മറ്റൊരു പോകുമ്പോഴേ ഞാൻ കാണണില്ല. അജയ്ക്ക് ഭ്രാന്ത് പിടിച്ചോണൊക്കെ. നമ്മുടെ ആൽബർട്ടാണെങ്കിൽ പറഞ്ഞേക്കണത് ഭൂമി പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും അവൾ വിളിക്കും നിന്നെ, നീ സമാധാനപ്പെട്ടില്ല. കാരണം ഭൂമി അങ്ങനെ അങ്ങ് തള്ളിക്കളയില്ല. കാരണം അവൾ ആലോചിക്കാനുള്ള സമയം അവൾക്ക് നമ്മൾ കൊടുത്തില്ലല്ലോ. അവൾ 100 ടെൻഷനിൽ അനുഭവിച്ച് ഇങ്ങനെ നടക്കുകയല്ലേ. ചിലപ്പോൾ നിന്നെ വിളിക്കും, നീ സമാധാനമായിട്ട് ഇരിക്കുന്നൊക്കെ നമ്മുടെ ആൽബർട്ട് പറഞ്ഞാണ് അജയിനെ വിട്ടത്. ആ സമയം അജയ് ആലോചിക്കുന്നത് നയനയെക്കുറിച്ചുള്ള ഓർമ്മകൾ, താനും ആ നയനയും ഒരുമിച്ചുണ്ടായിരുന്ന സമയങ്ങളും, അതുപോലെ നയനയെ കാത്ത് കോഫി ഷോപ്പിൽ ഇരിക്കുന്നതും തൻ്റെ പ്രണയം തുറന്നു പറയണതും, അങ്ങനെയുള്ള നല്ല നല്ല മുഹൂർത്തങ്ങൾ നമ്മുടെ അജയ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം രാത്രിയാവുകയാണ്. അപ്പോൾ അജയ് കിടക്കാനായിട്ടൊക്കെ ഇങ്ങനെ പോകണം. ആ സമയത്ത് അജയുടെ മൊബൈലിൽ ഒരു കോൾ വരികയാണ്. അജയ് പെട്ടെന്ന് ആ ഫോൺ എടുക്കണം. നോക്കുമ്പോൾ ഭൂമിയാണ്. ഹലോ ഭൂമി, എന്താ? അപ്പോൾ പറയും, അതെ സാറിനെ ഈ നേരം ഞാൻ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തതിൽ സാർ ക്ഷമിക്കണം. ഏയ് അതൊന്നും കുഴപ്പമില്ല, താൻ എന്താ വിളിച്ച് പറയാം, എന്താ? അപ്പോൾ പറയും, അതെ ഞാൻ ഇന്ന് സാറിനോട് ആ വിവാഹത്തിന് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതെ എനിക്ക് സമ്മതമാണ്. അജയ് പെട്ടെന്ന് ഞെട്ടിന. അതെന്താണോ പെട്ടെന്ന് തൻ്റെ തീരുമാനമൊക്കെ മാറിയത്? പ്രത്യേകിച്ചൊന്നുമില്ല, എന്നാലും എന്തോ എനിക്ക് പിന്നെ ആലോചിച്ചപ്പോൾ സാറിനെ സഹായിക്കണമെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉള്ളിലുണ്ട്. അതൊന്നുമില്ല, എന്തോ കാരണമുണ്ട്. താൻ പെട്ടെന്ന് ഈ തീരുമാനം മാറ്റണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും എന്നിങ്ങനെ അജയ് പറഞ്ഞു. അല്ല, അത് വേറൊന്നും കൊണ്ടല്ല, എന്തോ പിന്നെ ആലോചിച്ചപ്പോഴാണ് സാർ എനിക്കത് അങ്ങനെ സാറിനെ സഹായിക്കണം എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വന്നെന്ന് പറയും കേട്ടോ. അപ്പം ശരി, എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട്. താൻ ഇനി വാക്ക് മാറുമോ? ഇല്ല, ഉറപ്പായിട്ടും ഞാൻ ആ കല്യാണത്തിന് സാറിൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും, സാറിൻ്റെ എന്ത് സഹായത്തിനും ഞാൻ കൂടെ ഉണ്ടാവുമെന്ന് ഭൂമി അജയ്ക്ക് വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴേ നമ്മുടെ വീഡിയോസ് കേൾക്കുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ.
അപ്പം ബാക്കി നമുക്ക് കേൾക്കാം. അങ്ങനെ അജയ്ക്ക് ഭയങ്കര സന്തോഷമാവേണം കേട്ടോ. അങ്ങനെ അജയ് അപ്പം തന്നെ നമ്മുടെ ആൻഡ്രൂസിനെ ആൽബർട്ടിനെ വിളിക്കുകയാണ്. ആൽബർട്ടിനെ വിളിച്ചിട്ട് അതെ ഭൂമി വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന് പറഞ്ഞു ആൽബർട്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആൽബർട്ട് പറഞ്ഞു, കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, നീ ടെൻഷൻ അടിക്കണ്ട, അവൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, അവൾ ആലോചിക്കാനുള്ള സമയം നമ്മൾ അവൾക്ക് കൊടുത്തില്ല, അവൾ ആലോചിച്ച് ഇപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുത്ത് അത്രയേ ഉള്ളൂ എന്ന് നീ കരുതിയാൽ മതി. അപ്പം അജയ് പറഞ്ഞു, എന്തായാലും അവൾ പെട്ടെന്ന് ആ തീരുമാനം മാറ്റണമെങ്കിൽ ആൽബർട്ട് എന്തോ ഒരു കാര്യമുണ്ട്, അതെനിക്കും തോന്നുന്നുണ്ട്. അമ്മയെ സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അമ്മയെ രക്ഷപ്പെടുത്താൻ പറ്റും എന്നത് മാത്രമല്ല അവളുടെ ലക്ഷ്യം, അതിൻ്റെ പിന്നിൽ എന്തോ കൂടെ ഒരു കളിയുണ്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അജയ് പറഞ്ഞു, എനിക്കത് അവൾ പറഞ്ഞപ്പോൾ തന്നെ തോന്നി, അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവേണ്. ആ സമയത്ത് നമ്മുടെ അഞ്ജന എഴുന്നേറ്റ് അങ്ങനെ പറയണ്. അപ്പോഴേക്ക് നമ്മുടെ ഭവാനി അങ്ങോട്ട് ചെന്നു, എടി നീ എന്ത് അഹങ്കാരത്തിലടി ഇന്നലെ ഈ 4 കാലിൽ വന്നത്, ആ തള്ളയെങ്ങാനും കാണുകയാൽ ഈ വീട്ടിലുള്ള മറ്റൊരാൾ ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ അതോടുകൂടി തീർന്നനെ. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അഞ്ജന ഇത് ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. അതമ്മേ അതെ നിനക്ക് ഓർമ്മയൊന്നും കാണില്ലടി, നിനക്ക് ഓർമ്മയും ബോധം ഉണ്ടോ? എടി നിനക്കൊരു ബോധം വേണ്ടേ, കല്യാണമാണ്, ഈ വീട്ടിലുള്ളവർ കണ്ട അതോടുകൂടി ആ തള്ള ഈ കല്യാണം വേണ്ടാന്നങ്ങ് വെക്കും. നിനക്ക് ബോധവും വെളിവും ഉണ്ടായിരുന്നോ? ദേ ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും കാണിച്ചോണ്ടോ, ഞാൻ ഇന്നാൾ നിന്നെ താക്കീത് ചെയ്തതാണ്, ആവശ്യമില്ലാത്ത ഒരു ശീലങ്ങൾ. എടി താലി കെട്ടെങ്കിലും ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുശേഷം നീ എന്തെങ്കിലും കൂത്ത് കാണിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഭവാനി കുറേ ചീത്ത പറയണേ. അഞ്ജനയ്ക്ക് ആകെ എന്താ പറയണേ, ആ തലയുടെ കെട്ടുപോലും ഇറങ്ങിയിട്ടില്ല, അമ്മാതിരി കുടിച്ച് കൂത്താടിക്കൊണ്ടാണ് വന്നത്. അങ്ങനെ അഞ്ജന അങ്ങനെ ഇരിക്കും. അപ്പോഴഞ്ജന മനസ്സിലായിരിക്കും, റോയിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞെങ്കിൽ പിന്നെ ഇതുമല്ല എന്നിങ്ങനെ അഞ്ജന മനസ്സിൽ ആലോചിക്കണം കേട്ടോ. അങ്ങനെ കുളിച്ച് ഫ്രഷായി അഞ്ജന താഴോട്ടൊക്കെ വരണ. ആ സമയം നമ്മുടെ അജയ് സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടി റെഡിയായി വരണ. അഞ്ജന അപ്പോൾ ഓടി ചെന്നിട്ട് അജയുടെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുക കേട്ടോ. അപ്പോൾ അജയ് ഒന്ന് നോക്കി, അതെ എന്തിനാ എന്നെ നോക്കണേ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നെയോ എൻ്റെ ഭർത്താവായിട്ട് വരേണ്ട ആളാണ്, ഞാനൊന്ന് കൈ പിടിച്ചു എന്ന് കരുതി ഒന്നും വരാനില്ല എന്ന് അഞ്ജന ഒരു കമൻ്റ് അടിച്ചു. അജയ് ഒന്നും മിണ്ടാൻ നിന്നില്ല കേട്ടോ, കാരണം എന്ത് പറയാനാ, ഒരു കാര്യമില്ല. അങ്ങനെ അജയ് സ്റ്റേഷനിലോട്ട് പോവാണ്. ഇതേ സമയം ഭവാനി അഞ്ജനയുടെ റൂമിലോട്ട് ചെന്നിട്ട്, മോളെ ഇനിതേ കല്യാണം ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി വിളിച്ചോട്ടോ, ഇനി അവരെ വിളിച്ചില്ല ഇവരെ വിളിച്ചില്ല എന്നും പരാതിയൊന്നും വേണ്ട, ഞാൻ ഒരുവിധം എല്ലാവരും വിളിച്ചു അമ്മേ. നിൻ്റെ ഫ്രണ്ട്സ് എല്ലാം വിളിച്ചു കഴിഞ്ഞോ? ഒരുവിധം കഴിഞ്ഞു അമ്മേ, എനിക്ക് ഒരാളെ കൂടെ വിളിക്കാനുണ്ട്. അതാരാ? അതെ ഭൂമിജ, അവളെ എനിക്ക് വിളിക്കണം. അവളുടെ ആ ചെറ്റക്കുടിലുണ്ടല്ലോ അവിടെ ചെന്നിട്ട് അവളെ എനിക്ക് എൻ്റെയും അജയുടെയും കല്യാണം വിളിക്കണം. അപ്പോഴേക്കും നമ്മുടെ ഭവാനി ഓർക്കും, അത് ശരിയാ, അവളെ നീ ഒന്ന് കല്യാണം വിളിച്ചേരെ, അവൾക്കൊരു അഹങ്കാരത്തിൻ്റെ ഒരു കുറവുണ്ട്. അങ്ങനെ നമ്മുടെ ഭൂമിയെ കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് അഞ്ജനയും ഭവാനിയും കൂടെ ഭൂമിയുടെ വീട്ടിലോട്ട് പോവുകയാണ്. ഈ സമയം ഭൂമി രാവിലെ എഴുന്നേറ്റ് ഉള്ള പണികളൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് തീർത്തിട്ട് കടയിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പം ഭൂമി ഡ്രസ്സൊക്കെ ചെയ്ത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാർ ഇങ്ങനെ വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് ഒരു ഒച്ച കേൾക്കുകയാണ്. ആ സമയം ഭൂമി നേരെ ചെന്ന് നോക്കുമ്പോഴത്തേക്ക് ഭവാനിയും അഞ്ജനയാണ്. ഭവാനി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, അഞ്ജന ഇറങ്ങി വരുന്നുണ്ട്. ഒരു കല്യാണ കാർഡാണെന്ന് തോന്നുന്നു കയ്യിലുണ്ട്. എന്നിട്ട് വന്ന്, ഇവിടെ ആരും ഇല്ലേ എന്നിങ്ങനെ അഞ്ജന ചോദിക്കാന്. അപ്പോഴേക്കും ഭൂമി ഇറങ്ങി ചെന്ന്, അതെ എൻ്റെ കല്യാണം വിളിക്കാൻ വന്നതാ നിൻ്റെ ഈ ചെറ്റക്കുടിലിൽ. അതെ നീ എന്താ എന്നെ വെല്ലുവിളിച്ചത്? അജയ് നിനക്ക് സ്വന്തമാണെന്നല്ലേ? ദേ ഇന്ന ദിവസം എൻ്റെ കല്യാണമാണ്, നീ അങ്ങ് വന്നരേടിയെന്ന് പറഞ്ഞു. അതെ നിൻ്റെ അഹങ്കാരത്തിനെ ഇതെനിക്ക് നേരിട്ട് കൊണ്ട് തരണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. നിനക്ക് അമ്മാതിരിയല്ല അഹങ്കാരം. പിന്നെ എൻ്റെയും അജയുടെയും കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അജയുടെ പുറകെ എങ്ങാനും ഇരുന്ന് പോണതോ അവന് അജയുമായിട്ട് മിണ്ടിയും പറഞ്ഞ് നിൽക്കണതോ ഞാൻ കണ്ട ഈ അഞ്ജന ആരാണെന്ന് നീ അറിയും എന്നിങ്ങനെ പറഞ്ഞു. അതെ നിന്നെ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നീ കണക്കാ. നിൻ്റെ തള്ളയുണ്ടല്ലോ ആ നാടകക്കാരി, അവളെ സ്വഭാവം വലിയ നിനക്കും കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഒരു അഹങ്കാര സംസാരം ഉണ്ട് കേട്ടോ അഞ്ജന. ഭൂമിക്ക് അങ്ങോട്ട് ദേഷ്യം പറയണേ,
എടി നീ എന്നെ നോക്കി പഠിപ്പിക്കൊന്നും വേണ്ട, ഞാനുള്ളതാ പറഞ്ഞ്. നിൻ്റെ ഈ പ്രവൃത്തി ദോഷം കൊണ്ടാടി നിൻ്റെ തന്ത നേരത്തെ അങ്ങോട്ട് കെട്ടിയെടുത്തത്. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിയുടെ നിയന്ത്രണം വിട്ടു. ഭൂമി കൈയെടുത്ത് ഒരൊറ്റ അടി അടിക്കാനായിട്ട് ഓങ്ങണതും നീ ആരേടി തല്ലാൻ നിൽക്കണത് എന്നെയോ എന്ന് പറഞ്ഞ് അഞ്ജന തടയണം കേട്ടോ. എടി ഞാൻ പറഞ്ഞതിൽ എന്താടി തെറ്റ്? നീയും നിൻ്റെ കുടുംബമൊക്കെ ഞങ്ങളുടെ മുന്നിൽ ഒന്നുമല്ല. അതെ, എൻ്റെ അജയുടെ കല്യാണത്തിന് നീ വേണം, നീ കാണണം. അജയ് എൻ്റെ കഴുത്തിൽ താലി കെട്ടണത് നീ കാണണം. അതെൻ്റെ വാശിയടിയെന്ന് അഞ്ജന പറയാൻ കേട്ടോ. ഭൂമിക്ക് ദേഷ്യം വന്നിട്ട് എന്നിട്ട് ആ കാർഡ് എടുത്ത് കൊടുത്തിട്ട് അഞ്ജന തിരിച്ചു പോണ്. എടി നിക്കടി അവിടെ, എൻ്റെ അച്ഛനെയും അമ്മയും വെല്ലുവിളിച്ച് എൻ്റെ കുടുംബത്തിൽ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ നിനക്ക് അത്ര അഹങ്കാരോടി എന്ന് പറഞ്ഞ് ഭൂമിയുടെ നിയന്ത്രണം വിടുകയാണ്. ഭൂമി അവിടെ കിടന്നൊരു വടി എടുത്തിട്ട് നേരെ ഒരൊറ്റ അടി കൊടുക്കാൻ വന്നതും അഞ്ജന അവിടെ കിടന്നൊരു കല്ലെടുക്കുക. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിമത്സരം നടത്തും പോലെ ഈ പോരുവഴികളൊക്കെ കുത്തുവിടൂല അതുപോലെ നിൽക്കണം. അപ്പോഴേക്കും നമ്മുടെ ഭവാനി ചാടി താഴെ കാറിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരേണ്. അതെ അഞ്ജനെ, നീ മിണ്ടാതിരിക്കുമെന്ന് പറഞ്ഞു. നീ കല്യാണം വിളിക്കാൻ വന്നിട്ട് നീ എന്തായി കാണിക്കണേ? അമ്മേ, ഇവള് കണ്ടില്ലേ? അതെ, മോളെയും വിളിച്ചോണ്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് പൊക്കോണം അമ്മയും മോളും. എൻ്റെ വീട്ടുമുറ്റത്ത് കിടന്ന് പ്രസംഗിക്കാൻ വന്നാണ്ടല്ലോ വിവരം അറിയും എന്നിങ്ങനെ പറഞ്ഞു. എടി നീ ആരെയടി വെല്ലുവിളിക്കണം? നിന്നെ തന്നെ അടി. നിൻ്റെ അഹങ്കാരമൊക്കെ നിൻ്റെ വീട്ടിൽ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭൂമി ഭവാനിയെ മോളെ നാണം കെടുത്തി അവിടെ നിന്ന് വിടേനെ കേട്ടോ. പെട്ടെന്ന് എന്നെ ഭവാനി, മോളെ നീ കല്യാണം വിളിക്കാൻ വന്നാൽ കല്യാണം വിളിച്ചിട്ട് നീ ഇങ്ങോട്ട് കയറിക്കുക, നീ ഇങ്ങോട്ട് വന്നേ. കാരണം ഭവാനിക്കറിയാം ഇവിടെ നിന്ന ഭൂമിയുടെ സ്വഭാവം എന്താണെന്ന്. അഞ്ജന ഇതൊന്നും അറിയാത്ത വെറും ഒരു ബഫൂണാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഭൂമിജ ആരാണെന്ന് കൃത്യമായിട്ട് ഭവാനിക്കറിയാം. സത്യദാസിൻ്റെ മകളാണ് അഭിരാമി. പക്ഷേ നമ്മുടെ അഞ്ജനയ്ക്ക് അറിയില്ലല്ലോ ഇതാരാണെന്ന്. അഞ്ജനയുടെ രീതിയിൽ അഞ്ജനയുടെ ദേഷ്യം അജയ് സ്നേഹിക്കുന്ന പെണ്ണാണ്. കാരണം അജയ് തുറന്നും പറഞ്ഞിട്ടുണ്ട്, ഭൂമിയും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദേഷ്യമാണ് അഞ്ജനയ്ക്ക്. അതുകൊണ്ടാണ് അജയുടെയും അഞ്ജനയുടെയും കല്യാണത്തിന് അഞ്ജനയ്ക്ക് നിർബന്ധം ഇവള് നേരിട്ട് അവിടെ വരെയും അത് കാണുകയും വേണം, അജയ് എന്നെ താലി കെട്ടണത്. ആ ഒരു രീതിയിൽ അഞ്ജന വന്ന് ഈ കല്യാണം വിളിച്ചത്. അങ്ങനെ അമ്മയും മോളും നാണം കെട്ട് പോകണം കേട്ടോ. ഈ സമയം ഭൂമി ഒരു തീരുമാനം എടുക്കണേ. നീ എഴുതി വെച്ചോടി, അജയ് സാറ് എൻ്റെ കഴുത്തിൽ താലി കെട്ടി നിൻ്റെ മുന്നിൽ വന്ന് ഞാൻ നിൽക്കുന്ന ആ രംഗം. കാരണം ഭൂമിക്കും വാശിയാണ്, ഭൂമി അവളെ വെല്ലുവിളിക്കണം മനസ്സുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കേട്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അതെ, കമൻസ് ഒന്നും വരുന്നില്ല, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പരയുടെ വിശേഷം ഇവിടെ വൈൻഡപ്പ് ആവാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.